ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വൈകുന്നേരം ചായക്കൊപ്പം ഒരു കിടിലൻ സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു സ്നാക്സിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റുള്ളൊരു സ്നാക്സും കൂടാണ് കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3-4 ഏലക്കായ ഇട്ടെടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മൈദ അളന്നെടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ 1/4 പാത്രം പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 1 സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ആ പൊടികളും നെയ്യും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അളന്നെടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ 1/4 പാത്രം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലെടുക്കാം കേട്ടോ. നമ്മൾ അളന്നെടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. 1 കപ്പ് പാലെടുത്തിട്ട് കുറേശ്ശെ പാൽ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാലില്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്തെടുത്താലും മതിയാവും. ഞാനിവിടെ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേശ്ശെ പാൽ ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ പാൽ ചേർക്കരുത് കേട്ടോ. അതിനാണ് കുറേശ്ശെ ചേർത്ത് എടുക്കുന്നത്. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഈ ബാറ്ററി ഒന്ന് തിക്കായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറിന് ശേഷം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഓയിലൊന്ന് നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് നമ്മളിത് ഇതുപോലെ കൈകൊണ്ട് ഒരു ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ. ഇതുപോലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഒരു 2-3 ഒക്കെ ഇട്ടിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു സ്നാക്സ്. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു ക്രിസ്പി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 3 ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഓരോ ഭാഗം വേവാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ഉള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ആ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ തരാം. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.